സിവിൽ സർവീസ് തന്നെ നല്ല നല്ല വിദ്യാഭ്യാസ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയവർക്ക് മാത്രം നല്ല കുടുംബ പശ്ചാത്തലം ലഭ്യമായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സംഗതിയായിരുന്നു. ഇപ്പോ അതൊക്കെ മാറി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമുള്ള എൻ്റെ പണി. ആക്ച്വലി സിവിൽ സർവീസിലോട്ടുള്ളൊരു താല്പര്യം വീണ്ടും കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം നേരത്തെ ഇപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് സിവിൽ സർവീസ് ഒരു താല്പര്യമായിരുന്നു. പക്ഷെ സിവിൽ സർവീസിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കടന്ന് പറ്റാൻ, ഈ പറഞ്ഞ പോലെ ചില തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ആ ഒരു ഗ്ലാസ് സീലിങ്ങിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷയമുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി ഡെമോക്രറ്റൈസ് ചെയ്തു. സിവിൽ സർവീസ് കുറേ പേർക്കും കൂടി ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായി മാറി. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്കും സിവിൽ സർവീസ് അല്ല, ഡോക്ടർ, എഞ്ചിനീയർ അല്ല, നമുക്ക് എന്തെല്ലാം അവസരങ്ങളാണ് തുറന്ന് ഇത് വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഉള്ള സാധ്യതകളും ഒരു ഗ്ലോബൽ സിറ്റിസണായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സംഗതി, വെർച്വലായിട്ട് വീട്ടിൽ നിന്നിട്ട് പണിയെടുക്കാൻ പറ്റുന്നതിൻ്റെ സംഗതി, നമ്മൾ മനസ്സിൽ കാണാത്ത മേഖലകളിൽ ഇപ്പം ഞങ്ങളുടെ തന്നെ 2 കുട്ടികളും ഞങ്ങൾ ആഗ്രഹിക്കുകയും പക്ഷെ ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിൻ്റെ അകത്ത് കൂടിയാണ് അവർ പോകുന്നത്, അവരുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ജനങ്ങൾക്ക് സിവിൽ സർവീസ് മാത്രമല്ല അവസരമായിട്ടുള്ള, ആൻഡ് സേവനം ചെയ്യണമെങ്കിലും സിവിൽ സർവീസിനകത്തോട്ട് കയറണമെന്ന് നിർബന്ധമില്ല എന്നുള്ളൊരു ഇതും വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ശാരദയുടെ ഒക്കെ ഗ്രൗണ്ടിങ് അല്ലേ അത്. ഇപ്പോൾ കുടുംബശ്രീയിൽ വർക്ക് ചെയ്ത് കുടുംബശ്രീയുടെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് എത്തിച്ച ഒരാളെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ മാത്രം നിന്നൊരാളല്ലേ, പിന്നെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? അതാണ് ശാരദയുടെ കാര്യത്തിൽ കുടുംബശ്രീ ഒരു ലൈഫ് ചേഞ്ചിങ് ഇതല്ലേ. നമ്മുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറുന്ന, നമ്മുടെ സെൻസിബിലിറ്റിയെ മുഴുവൻ ഉടച്ചു വാർത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഐ എം ഷുവർ ദറ്റ് ശാരദയ്ക്ക് അതല്ല ആദ്യത്തെ അനുഭവം. അതിന് മുൻപേ ഇത് ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിൻ്റെ ആദ്യഘട്ടം മുതൽ ശാരദയുണ്ട്. ഇതൊന്നും എനിക്ക് ഔദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിന് മുൻപ് കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ തന്നെ എനിക്ക് വേറൊരു രീതിയിലുള്ള ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നുകൊണ്ട് പണിയെടുക്കുന്നൊരു ആൾക്കാരുമായിട്ടും സംഘടനകളുമായിട്ടും ഒക്കെ എനിക്ക് കണക്ഷനുണ്ട്. അത് അധികം പേർക്കില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്നതിൽ കൂടുതൽ പേർക്കും ആ ഒരു എക്സ്പോഷർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ 2, ഞങ്ങളൊക്കെ ഒരു പുതിയ ഫിഗേഴ്സാണ് ഇതിൻ്റെ, അതായത് ഒരു ട്രാൻസിഷനാണ്. മുൻപത്തെ കുറേ അധികം ഉദ്യോഗസ്ഥന്മാർക്ക് കുറേ അധികം ഒരു പഴയ ഒരു ത്രോ ബാക്ക് ഉണ്ട്. ഈ പഴയ സിവിൽ സർവീസിൻ്റെതായ ഒരു ത്രോ ബാക്കും അതൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. തൈ കെട്ടി നടക്കണം, കോട്ടിട്ട് നടക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലത്ത് നിന്നും ഇന്നത്തെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു സിവിൽ സർവൻ്റ് എങ്ങനെയാവണമെന്ന് ആലോചിക്കുന്ന ആൾക്കാർ കൂടുതൽ വരുന്നൊരു സമയമാണിത്. അതിൻ്റെ അത് ഫസ്റ്റ് വേവ് ഓഫ് ചേഞ്ച് ആണ് ഞങ്ങളൊക്കെ എന്നാണ് പറയാം. സിവിൽ സർവീസിൽ നേരത്തെ പല സിവിൽ സർവൻസും ഒരു ലീനിയേജ്, സിവിൽ സർവീസ് ലീനിയേജും ആയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാകും. എന്ന് മാത്രമല്ല സിവിൽ സർവീസ് തന്നെ ഇപ്പം നല്ല പഠിത്തം, നല്ല വിദ്യാഭ്യാസ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടിയവർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സംഗതിയായിരുന്നു. അതൊക്കെ മാറി. ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു സിവിൽ സർവൻറ്റ് സാധാരണക്കാരുടെ സ്വഭാവം എന്തായാലും കാണിക്കും. അപ്പോൾ അത് ആ കാണിക്കാൻ പിന്നെ നമ്മുടെ ഓറിയൻറ്റേഷനും കൂടിയാണ്. എന്തിനാണ് നമ്മൾ സർവീസിൽ വരുന്നത്? ഇപ്പം ഇതിൻ്റെ ഒരു പത്രാസ് കണ്ടിട്ടാണോ വരുന്നത്, അതോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാകാനായിട്ട്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു സർവീസിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും കയറാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പം കയറുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ആ ഒരു നന്മ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അപ്പോൾ ആ ഒരു സംഗതി മനസ്സിലുള്ളപ്പോൾ അതും പ്രകാരമല്ലേ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ മകൾക്ക് മാമിന്റെ പേര് സർനെയിമായിട്ടും ഞങ്ങളത് ആലോചിച്ചില്ല, അതങ്ങനെ ചെയ്തു.
നമ്മൾ തിരിച്ച് ചെയ്യണമായിരുന്നു അല്ലേ? ശരിയാണ്. കല്യാണി വേണമെന്നും ശബരി ശാരദാന്നും ചെയ്യണമായിരുന്നു. സാറിന് ഈ നാടകത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ താല്പര്യമുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ ഒന്നും കൂടി ആരും ആലോചിക്കണം. എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നു. വീട്ടിലെ ഡോക്ടർ ആരാണ്? വീട്ടില് ഡോക്ടർ ഇല്ല. ഇല്ല അതാണ് നെവർ. നോ നോ. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ എപ്പോഴും ആൾക്കാർ പറയുന്നത് നിങ്ങൾ വളരെ ലളിതമായിട്ട് എല്ലാവരുമായിട്ട് ആൾക്കാരുമായിട്ട് ഭയങ്കരമായി പെരുമാറുന്നതിലും ഒക്കെ തന്നെ അത്രയും ഒരു ക്ലാസ് ഒരു ഡിവിയേഷനൊന്നുമില്ല. അതേസമയം തന്നെ ഈ സിസ്റ്റത്തോട് വളരെ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനും രണ്ടുപേർക്കും കഴിയും. അതെങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ശാരദയുടെ ഒക്കെ ഗ്രൗണ്ടിങ് അല്ലേ അത്. ഇപ്പോൾ കുടുംബശ്രീയിൽ വർക്ക് ചെയ്ത് കുടുംബശ്രീയുടെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് എത്തിച്ച ഒരാളെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ മാത്രം നിന്നൊരാളല്ലേ. പിന്നെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? അതാണ് ശാരദയുടെ കാര്യത്തിൽ കുടുംബശ്രീ ഒരു ലൈഫ് ചേഞ്ചിങ് ഇതല്ലേ. നമ്മുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറുന്ന, നമ്മുടെ സെൻസിബിലിറ്റിയെ മുഴുവൻ ഉടച്ചു പാർക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഐ എം ഷുവർ ദറ്റ് ശാരദയ്ക്ക് അതല്ല ആദ്യത്തെ അനുഭവം. അതിന് മുൻപേ ഇത് ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിൻ്റെ ആദ്യഘട്ടം മുതലേ ശാരദയുണ്ട്. ഇതൊന്നും എനിക്ക് ഔദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിന് മുൻപ് കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ തന്നെ എനിക്ക് വേറൊരു രീതിയിലുള്ള ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നുകൊണ്ട് പണിയെടുക്കുന്നൊരു ആൾക്കാരുമായിട്ടും സംഘടനകളുമായിട്ടും ഒക്കെ എനിക്ക് കണക്ഷനുണ്ട്. അത് അധികം പേർക്കില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്നതിൽ കൂടുതൽ പേർക്കും ആ ഒരു എക്സ്പോഷറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളൊക്കെ ഒരു പുതിയ ഫിഗേഴ്സാണ് ഇതിൻ്റെ. അതായത് ഒരു ട്രാൻസിഷനാണ്. മുൻപത്തെ കുറേ അധികം ഉദ്യോഗസ്ഥന്മാർക്ക് കുറേ അധികം ഒരു പഴയ ഒരു ത്രോ ബാക്ക് ഉണ്ട്. ഈ പഴയ സിവിൽ സർവീസിൻ്റെതായ ഒരു ത്രോ ബാക്കും അതൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. ടൈ കെട്ടി നടക്കണം, കോട്ടിട്ട് നടക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലത്ത് നിന്നും ഇന്നത്തെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു സിവിൽ സർവൻ്റ് എങ്ങനെയാവണമെന്ന് ആലോചിക്കുന്ന ആൾക്കാർ കൂടുതൽ വരുന്നൊരു സമയമാണിത്. അതിൻ്റെ അത് ഫസ്റ്റ് വേവ് ഓഫ് ചേഞ്ച് ആണ് ഞങ്ങളൊക്കെ എന്നാണ് പറയാം. സിവിൽ സർവീസിൽ നേരത്തെ പല സിവിൽ സർവൻസും ഒരു ലീനിയേജ്, സിവിൽ സർവീസ് ലീനിയേജും ആയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാകും. എന്ന് മാത്രമല്ല സിവിൽ സർവീസ് തന്നെ ഇപ്പം നല്ല പഠിത്തം, നല്ല വിദ്യാഭ്യാസ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടിയവർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സംഗതിയായിരുന്നു. അതൊക്കെ മാറി. ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു സിവിൽ സർവൻറ്റ് സാധാരണക്കാരുടെ സ്വഭാവം എന്തായാലും കാണിക്കും. അപ്പോൾ അത് ആ കാണിക്കാൻ പിന്നെ നമ്മുടെ ഓറിയന്റേഷനും കൂടിയാണ്. എന്തിനാണ് നമ്മൾ സർവീസിൽ വരുന്നത്? ഇപ്പം ഇതിൻ്റെ ഒരു പത്രാസ് കണ്ടിട്ടാണോ വരുന്നത്, അതോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാകാനായിട്ട്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു സർവീസിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും കയറാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പം കയറുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ആ ഒരു നന്മ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അപ്പോൾ ആ ഒരു സംഗതി മനസ്സിലുള്ളപ്പോൾ അതും പ്രകാരമല്ലേ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. പക്ഷേ ഈ പണ്ടേ കൊടുക്കുന്നതാണ്, ഇപ്പോഴും കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് അതിനുവേണ്ടി മാറ്റിയിട്ടൊന്നുമില്ല. അതിൽ കാര്യമൊന്നുമില്ല. അത് ഒരു പേഴ്സണൽ ചോയ്സ്. അതിന് വേറെ മാനങ്ങളൊന്നുമില്ല. നോ ഡൈമെൻഷൻസ്. നമ്മൾ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറയും. അവിടെ എന്നെ ലൈറ്റർ വെയിൻ ഞാൻ ചോദിക്കുകയാണ്, ഈ ഡൈനാസ്റ്റിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ? ഡൈനാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ്. അതിനൊരു പ്രശ്നമുണ്ട്. ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു വീടിന്റെ താക്കോലാണ് സാർ. കറക്റ്റ് ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമുള്ള എൻ്റെ പണി. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു ഹർ? വളരെ ഒരു ഡിഫറെന്റ് ടൈമിലാണ് ഈ ഹാൻഡ് ഓവർ നടക്കുന്നത്. See, the chief secretary's job is not a ഒരു ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ജോലിയല്ല. ഇറ്റ് ഈസ് വാട്ട് ഈച്ച് പേഴ്സൺ മേക്സ് ഓഫ് ഇറ്റ്. കാരണം എന്താ വെച്ചാൽ ലെറ്റ്സ് സേ ഒരു 80% ഓഫ് ദ റെസ്പോൺസിബിലിറ്റി വളരെ ഫിക്സ്ഡ് ആണ്. യു ആർ ദി
ഫൈനലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ ദ സെക്രട്ടറി ടു ദി കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ചീഫ് സെക്രട്ടറിയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് നമ്മുടെ കൗൺസിൽ, ക്യാബിനറ്റ് എന്നത്. അപ്പോൾ ക്യാബിനറ്റിൻ്റെ മുൻപാകെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുപോയി ആ തീരുമാനങ്ങൾ എടുപ്പിക്കുക എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 80% ഓഫ് ദി വർക്ക് അത് തന്നെയാണ്. ആ വർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ശാരദയ്ക്കൊന്നും പറഞ്ഞു കൊടുക്കാനില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ ശാരദയ്ക്ക് അനുഭവമുണ്ട്. ആൻഡ് ടഫർ സിറ്റുവേഷൻസ് ഞാൻ കൈകാര്യം ചെയ്തതിനേക്കാളൊക്കെ വളരെ ടഫർ റെസ്പോൺസിബിലിറ്റീസ് ആണ് ശാരദ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സോ ദി ക്യാബിനറ്റ് മാറ്റേഴ്സ് വിൽ നോട്ട് പോസ് എനി ഇഷ്യൂസ് ഫോർ. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. അതായത് അതാണ് ഞാൻ പറയാം, ഈ ബാക്കി 20% ഇസ് വെരി, എങ്ങനെയാ പറയാം, പേഴ്സണലൈസ്ഡ് ആണ്. ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി ആ ജോബ് പ്രൊഫൈലിലേക്ക് വരും. അവിടെ ഞങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ വ്യത്യാസവും ഒക്കെ വരും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, ഒരു 10 പ്രോബ്ലം എൻ്റെ തലയിൽ തന്നാൽ ഞാൻ ഓരോന്നിനും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ സൊല്യൂഷൻസ് ചിലപ്പം 5 or 6 എണ്ണം ശരിയാണെന്ന് വരും, 4 എണ്ണം തെറ്റിപ്പോകും. പക്ഷെ ആ സോൾവ് ചെയ്യുക എന്നൊരു ജോലി എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആണ്. മിക്കവർക്കും അത് വലിയ പ്രോബ്ലമാറ്റിക് ആണ്. കാരണം ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, എൻ്റെ തലയിലോട്ട് വെക്കുന്നത് എന്നാണ് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓടി ചോദിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതൊരു നമ്മുടെ ഒരു പേഴ്സണൽ പ്രെഡിലക്ഷനാണ്, താല്പര്യമാണ്. അവിടെ ഒരു പക്ഷേ ശാരദയുടെ ശൈലി കുറച്ചും കൂടി ആലോചിക്കുന്ന ഒരാളാണ്, ഞാൻ എടുത്തു ചാടുന്ന ഒരാളാണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും വ്യത്യാസം ഇതിലുണ്ടാവും. ഞാൻ അങ്ങോട്ട് പോയിട്ട് പുതിയ വള്ളി പിടിക്കാൻ നോക്കും, നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഏണി വെച്ച് പിടിക്കില്ലേ, അതാണ് നമ്മുടെ പണി. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് ശാരദയുടെ ശൈലിയിലും വരും ഇനി. കാരണം കുറച്ചും കൂടി ശാന്ത സ്വഭാവത്തിലോട് കൂടിയിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമാണ് ഇനി കാണാൻ പോകുന്നത്. എൻ്റെ വേറൊരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും തോളത്ത് കൈയിട്ട് നടന്നൊരുത്തനാണ്. എനിക്കൊരു ചീഫ് സെക്രട്ടറി ആവുക എന്ന് പറയുന്നില്ല നമ്മൾ ജീവിച്ചത്. ചീഫ് സെക്രട്ടറി ആയ ശേഷവും വലിയൊരു ജീവിതം ബാക്കിയുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് എൻ്റെ സമീപനം. അപ്പോൾ അത് ശാരദയുടെ അടുത്ത് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ടും. അതായത് നമ്മുടെ സ്റ്റൈൽ അതാണ് എന്നുള്ളത്. അപ്പോൾ അവിടെയും വ്യത്യാസം വരും. കാരണം കുറേ അധികം ആൾക്കാർക്ക് ഒരു ആക്സസ് ഉണ്ടായിരുന്നു. ആ ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഒന്നും ചീഫ് സെക്രട്ടറി അടുത്ത് എത്ര കാര്യമാവില്ല. പക്ഷേ ഈ പരിചയം കൊണ്ട് അങ്ങ് വിളിക്കും, വരും എന്നുള്ളത്. അവിടെയൊക്കെ ശാരദയുടേതായ ഒരു രീതി ഇനി പുതിയതായിട്ട് വരും. പക്ഷേ ഐ വുഡ് ബിലീവ് ദാറ്റ് കാര്യങ്ങൾ അറ്റ് ദാറ്റ് ലെവൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും. എനിക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ലെറ്റ് ദി സിസ്റ്റം ടേക്ക് ഓവർ. ആ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓബ്വിയസ്ലി ഞാൻ പറഞ്ഞു കൊടുക്കും.